ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, ഇന്നലെയും അങ്ങനെ പറയാൻ മാത്രം പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. ഇന്നത്തെയും പോലെ തന്നെ ലാലേട്ടൻ വരുന്നു, ഹൗസ് മേറ്റ്സിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുത്തരങ്ങൾ പറയുന്നു, പിന്നെ നിർത്തുന്നു. ഇന്നലത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും നിങ്ങൾ ഇവിടെ നിൽക്കാനുള്ള കാരണം, പിന്നെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യം, അതേപോലെ തന്നെ പ്രേക്ഷകർ നിങ്ങളിവിടെ നിർത്താനുള്ളൊരു കാരണം. ഇത് മൂന്നും എല്ലാ ആൾക്കാരും എഴുന്നേറ്റ് എന്ന് പറയണം. അതായിരുന്നു ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ. ഇതിൽ മെയിനായിട്ട് എടുത്തു പറയാനുള്ളത് നമ്മുടെ ഷാനവാസും നെവിനും അതേപോലെ തന്നെ ആദിലയും. ഇവർക്ക് മൂന്നുപേർക്കും റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഷാനവാസിൻ്റെയും നെവിൻ്റെയും കേസ് തന്നെയാണ്. ഷാനവാസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് ഏറ്റവും റിഗ്രറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പം എൻ്റെ സുഹൃത്തായ നെവിനെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ച് ഓരോ കാരണങ്ങൾ എടുത്ത് പറഞ്ഞു. ആദിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്ക് ഏറ്റവും റിഗ്രറ്റ് അടിക്കാനുള്ള കാര്യം ഒരു വ്യക്തതയില്ലാണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ കയറി ഇടപെട്ടു, അത് പബ്ലിക്കിലോട്ട് പറഞ്ഞു. അതാണ് ആദിലിക്ക് റിഗ്രറ്റ് അടിക്കുന്നത്. അതേപോലെ തന്നെ നെവിൻ പറഞ്ഞത് അവൻ റിഗ്രറ്റ് അടിക്കുന്നത് അവൻ എക്സ്പ്രസ് ചെയ്യുന്നത് തെറ്റിദ്ധരിച്ചു, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്നവൻ പറഞ്ഞു. ആ ഒരു വിഷയം സത്യം പറഞ്ഞാൽ ഇതോടെ തീർന്നു. ഇങ്ങനെ ഒരു സംഭവത്തിൽ അങ്ങ് ഒതുക്കി തീർന്നു. ഷാനവാസ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ലാലേട്ടനൊന്നും മിണ്ടിയില്ല. ഓക്കെ ഇരിക്കുക, അത് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം ലാലേട്ടൻ ഇതിനെപ്പറ്റി കമൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസിൻ്റെ ഒരു ഓർഡർ കാണും, ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട. പിന്നെ അടുത്ത ആൾ ബിന്നി റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പം അവളെ ഇവിടെ എല്ലാവരും കുത്തിത്തിരിപ്പ് ബിന്നി എന്ന് പറഞ്ഞ് തുടക്കം തൊട്ടേ കളിയാക്കുന്നുണ്ടായിരുന്നു. അത് അപ്പോളെ റെസ്പോണ്ട് ചെയ്യണമായിരുന്നു എന്ന് ആണ് ബിന്നി പറഞ്ഞത്. അത് അവളെ വളരെ ഹേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതുള്ള കാര്യമാണ്. അവിടെ നിൽക്കുന്ന ആൾക്കാർക്കും അറിയാം, പുറത്ത് നമ്മൾ കാണുന്നവർക്കും അറിയാം അവൾ ശരിക്കും ഒരു കുത്തിത്തിരിപ്പ് ബിന്നി തന്നെ. പിന്നെ നടന്നതാണ് എവിക്ഷൻ. ഇതിലാണ് കുറച്ച് കണ്ടന്റ് വരുന്നത്. ഇതിൽ എവിക്ഷൻ ലിസ്റ്റിലുള്ളവരെ പുറത്തോട്ട് കൊണ്ടുവരും, അതായത് മറ്റേ ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവരും. നമ്മുടെ ലാലേട്ടൻ ഒരു നമ്പർ എടുത്തിട്ട് ഒരാളെ തിരഞ്ഞെടുത്ത് വെളിയിലോട്ട് വിടും. എന്നിട്ട് ഒരു കോയിൻ പോലത്തെ ഒരു സാധനമുണ്ട്, അത് ചുരണ്ടിയാൽ ആരാ സേവ് ആരാ എവിക്റ്റഡ് കാണാൻ പറ്റും. അതിൽ ആദ്യമേ നമ്മുടെ ചെന്നത് അനുമോളാണ്. അനുമോൾ ചെന്നിട്ട് ചുരണ്ടിയപ്പം ആര്യൻ സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന്. എനിക്കറിയാൻ പാടില്ല ആര്യൻ എങ്ങനെയാണ് വീണ്ടും സേവ് ആവുന്നതെന്ന്. അവൻ ഇന്ന് പോവും നാളെ പോവും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ പുറത്തോട്ട് വരാൻ ഒരു പ്ലാനും ഇല്ല ചക്ക്. നമുക്ക് കണ്ടറിയാം അടുത്ത ആഴ്ചയെങ്കിലും അവൻ പുറത്ത് പോകുമോയെന്ന്. അതൊക്കെ പോട്ടെ. അത് കഴിഞ്ഞ് അനുമോള് ഒരു മാല എടുത്തുകൊണ്ട് സേവ് ആയ ആളുടെ കഴുത്തിലിടണം. ഇട്ട് കഴിഞ്ഞ് ആര്യനും അനുമോളും ഡാൻസ് കളിച്ചുകൊണ്ട് അകത്തോട്ട് വരണം. അങ്ങനെയാണ് സംഭവം. അപ്പം അങ്ങനെ ആര്യനെ സേവ് ചെയ്തുകൊണ്ട് അവരകത്തോട്ട് വന്നു. അങ്ങനെ സേവായി അഭിലാഷിനോട് പോയി എടുക്കാൻ പറഞ്ഞു. അഭിലാഷ് വന്ന് കോയിൻ ചുരണ്ടിയപ്പം ആദില സേവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടു. അപ്പം അഭിലാഷ് ഇങ്ങനെ കറങ്ങി കുറച്ച് ട്വിസ്റ്റൊക്കെ അടിച്ച് ആദിലയുടെ കഴുത്തി മാലയിട്ടപ്പം നോറ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് വെളിയിലോട്ട്. സന്തോഷം കൊണ്ട്, അത്രയ്ക്കും സന്തോഷം കൊണ്ട് വെളിയിലോട്ട് ഓടിച്ചെന്ന്. അതിൻ്റെ പുറകെ നമ്മുടെ അനുമോൾ ഓടിച്ചെന്ന് സന്തോഷം കൊണ്ട് തന്നെ. എന്നിട്ട് വെളിയിൽ നിന്ന് കെട്ടിപ്പിടിയിരും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ റൂളെന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടൻ പറയുന്ന ആൾ മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ, അതായത് അഭിലാഷ്. ഇവർ രണ്ടുപേരും ഓടിച്ചെന്നു. അതിൻ്റെ പേര് ലാലേട്ടൻ അങ്ങോട്ട് തുടങ്ങി. ലാലേട്ടൻ പറയും, എന്തിനാ പുറത്തോട്ട് പോയേ, ഇവിടെ എല്ലാവരും ഒരേപോലെ അല്ലേ, നിങ്ങൾക്ക് മാത്രം എന്താ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ കളിപ്പിൽ ലാലേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി. ബിഗ് ബോസ് എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പോവാന്നുകൊണ്ട് ലാലേട്ടൻ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ ബിഗ് ബോസാണ് അടുത്ത അക്ബറിനെ വെളിയിലോട്ട് വിട്ടത്. അക്ബർ വെളിയിൽ വന്നിട്ട് അറിയാലോ നമ്മുടെ വേദലക്ഷ്മിനെ സേവാക്കി. വേദലക്ഷ്മി സത്യം പറഞ്ഞാൽ ആ റിയാസ് വന്ന കാരണം മാത്രമാണ് സേവ് ആയേക്കുന്നത്. റിയാസ് വന്നുകൊണ്ട് മാത്രമാണ് വേദലക്ഷ്മി ഈ ഒരു വീക്ക് അവിടെ നിൽക്കുന്നത്. കാരണം റിയാസ് വന്നിട്ട് വേദലക്ഷ്മിയുടെ ഗ്രാഫ് അങ്ങ് കൂട്ടി. ഇതിനിടയ്ക്ക് നമ്മുടെ സാബുമാനെ സേവ് ആക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് സാബുമ വരെ അങ്ങ് ഞെട്ടിപ്പോയി. ഞാനോ? സാബുമോൻ്റെ ആ ഒരു ഒറ്റ റീല്, മറ്റേ പ്രതിമ കൂട്ട് നിൽക്കുന്ന ആ ഒരു റീലില്ലേ, അതങ്ങ് വൈറലായവിടെയാണ് സാബുമോൻ സേവായ. എല്ലാവർക്കും ഒരു കരുണ വന്ന് പുള്ളിക്കാരനോട്. അങ്ങനെ നമ്മുടെ ഈ വട്ടം എവിക്റ്റായി പോകുന്നത് റെനയാണ്. അത് നമ്മളെല്ലാവരും ഗസ് ചെയ്ത പോലെ തന്നെ റെന തന്നെ ഈ തവണ ഔട്ടായി. അങ്ങനെ റെന പുറത്തോട്ട് വന്നു. അപ്പം ലാലേട്ടൻ വന്നിട്ട് റെനയ്ക്ക് ബായി ഒക്കെ പറഞ്ഞ്. പക്ഷേ ലാലേട്ടൻ തിരിച്ച് ഹൗസിലോട്ട് പോയിട്ടില്ല, തിരിച്ച് ബായ് അവരോട് ഗുഡ് ബൈ ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ നേരെ അങ്ങ് പോയി. പിന്നെ അതിൻ്റെ പേര് കുറച്ച് ചർച്ചയൊക്കെ ആയിരുന്നു. ഇതാണ് മെയിനായിട്ട് ഇന്നലത്തെ എപ്പിസോഡ് നടന്നത്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല.
ഇനി അങ്ങോട്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുൽസിത കണ്ടൻ്റൊക്കെ മടക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഒരു കണ്ടൻറ് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വരത്തില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദി നെക്സ്റ്റ് അപ്ഡേറ്റ്.